എൻ്റെ പേര് ബിജു എന്നാണ്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ആരാധന കഴിഞ്ഞ് ജിൻസ് ബ്രദർ ഇവിടെ നിന്ന് സാരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ താഴ്ത്തിരിക്കുക. പെട്ടെന്നൊരു ശക്തി അങ്ങോട്ട് വന്ന് എന്നെ ബാക്കിലേക്ക് കമത്തി വീണു. ഞാനവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് എനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് നോർമലി ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പം മാതാവ് എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് മാതാവ് ഇരിക്കുക താഴത്ത്. എന്നിട്ട് ഉണ്ണീശോ എൻ്റെ നെഞ്ചിലേക്ക് ഇട്ട് തന്നു. ഞാനപ്പം ഉണ്ണീശോ ആണെങ്കിൽ നെഞ്ചത്ത് കിടന്ന് ഉമ്മ തരുന്നു, ആകെ ബഹളം. ഞാനും നേരെ കെട്ടിപ്പിടിച്ചു. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ണീശോ എൻ്റെ നെഞ്ചത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എടുത്ത് നേരെ ഉണ്ണീശോ ആയിട്ട് ബാക്കിലേക്ക് പോകുന്നത് കണ്ടു. അതാണ് എനിക്ക് കിട്ടിയ അനുഭവം. സാരി മാതാവ്. പക്ഷേ എനിക്ക് അമ്മയ്ക്കും മാതാവിനും ഉണ്ണീശോയ്ക്കും നന്ദി ഞാൻ പറയുന്നു. കാരണം ഇതൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് അനുഭവിക്കും. മോളാണ് ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെയും കൊണ്ടുവന്നു. ഇനി ഞങ്ങൾ ഒരുപാട് പേരെ കൊണ്ടുവരും. യേശുവേ നന്ദി. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത്. എൻ്റെ പേര് അൽന എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ധ്യാനമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര സങ്കടത്തോടെ പോയത്. എനിക്ക് മാതാവിനെയോ ഉണ്ണീശോനെ ആരെയോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഫോട്ടോ ഉള്ള മാതാവിനെ കണ്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മാതാവ് കയറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കാണാൻ സാധിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിന്. എൻ്റെ പേര് ജാൻ ബിജു എന്നാണ്. ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് വന്നത്. എനിക്കൊരു പ്രാർത്ഥനയിലൊന്നും സ്ഥിരം നിലനിൽക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ നിയോഗം വെച്ചില്ല. ആദ്യം വെച്ചത് ആ നിയോഗമായിരുന്നു. അപ്പം ഞാനിവിടെ ആരാധനയുടെയൊക്കെ സമയത്ത് എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഞാനത് വിശ്വസിക്കാതെയൊക്കെ നിന്നു. ഞാൻ കൈയടിക്കുമ്പോൾ ആരും എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചടിക്കുന്ന അനുഭവം എനിക്ക് അതായത് ആദ്യത്തെ ആരാധന മുതൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണടച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ കയ്യിൽ ഇത്രയും ഈ ഭാഗത്തായിട്ട് വലിച്ചു അടിക്കുന്ന പോലെ എനിക്ക് വിടാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാനത് 2ാമത്തെ ആരാധനയിൽ പിന്നെ ഞാനോർത്ത് എൻ്റെ സംശയമാണോ, അങ്ങനെ ഞാനിങ്ങനെ കണ്ണ് തുറന്നാണ് ഞാൻ പിന്നെ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ആരാധിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എങ്ങനെയോ കണ്ണടച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്രയും ഭാഗം ആരോ വലിച്ചടിക്കുന്നത് പോലെയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ സ്നേഹം അനുഭവിച്ചറിയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കാണാനേ പറ്റില്ല, പക്ഷേ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. ബ്രദർ പറഞ്ഞതുപോലെ ബിരിയാണി കഴിച്ചവർക്കേ അതിൻ്റെ ഒരു രുചി അറിയുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ന് ആരാധനയുടെ സമയത്തുണ്ടല്ലോ, ഇന്നലെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ബ്രദർ ശുശ്രൂഷ മേഖലയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ആരും എന്നെ ഉന്തി വിടുന്ന പോലെ പെട്ടെന്ന് ചാടി വരികയും ഞാൻ അവിടെ നിന്നപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് വീണപ്പോഴേ എൻ്റെ ഒരു ഇത് വന്നു, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നെങ്കിൽ നീ നിനക്ക് സഹനങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. അപ്പോഴേക്കും എൻ്റെ ദേഹത്തേക്ക് ആരോ വന്ന് വീണ് എൻ്റെ ഈ മൂക്കിൻ്റെ പാലമാണോ എന്താണോ ശരിക്കും വേദന എടുത്തു. അപ്പം ഞാനിങ്ങനെ കിടക്കും. എനിക്ക് പുറമേ അറിയാം, പക്ഷെ എൻ്റെ കണ്ണും തുറക്കുന്നില്ല. എൻ്റെ വായിലൂടെ വെള്ളം വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ ഇനി വെള്ളം കുടിക്കുന്നല്ലോ, എനിക്ക് മനസ്സിലായി ബ്ലഡാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പെട്ടെന്ന് അയ്യോ ബ്ലഡാണെന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പോഴേക്കും മൂക്കിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ ഒരു അനുഗ്രഹത്തിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ വീണു. പിന്നെ ഞാൻ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഞാൻ ബ്രദറിനോട് വന്നിങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ ആരാധനയുടെ സമയത്ത് വികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാൻ കണ്ണടച്ചില്ല, ഏറ്റവും ബാക്കിലാണ് പോയിരുന്നത്. കാരണം എൻ്റെ അവിശ്വാസം കൊണ്ടാണ് കേട്ടോ. ഇത് വെറുതെ ആയിരിക്കും, എൻ്റെ തോന്നലായിരിക്കും, എൻ്റെ കയ്യെ പിടിക്കാൻ ആരാ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും ബാക്കിൽ പോയി. പിന്നെ എൻ്റെ മൂക്കെ വീണത് കൊണ്ട് ഇനി ഞാനെങ്ങാനും വീണ് ആർക്കെങ്കിലും അപകടം ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഏറ്റവും ബാക്കിലല്ല മാക്സിമം പോകാൻ നോക്കി. പക്ഷെ അവിടെ പോയി നിന്ന് ഞാൻ കണ്ണ് തുറന്നാണ്. കണ്ണടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഇനി എൻ്റെ തോന്നൽ കൂടി വല്ലവരും കയ്യെ പിടിച്ചടിക്കുന്നതാണോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കണ്ണ് തുറന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ സ്നേഹം വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിയുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യ് കാല് എനിക്കറിയില്ല,
അങ്ങ് ഇതാകാൻ പോയി. അതായത് ഞാൻ ഇവിടെ അല്ല ഏറി നിൽക്കുന്നത് പോലെ ഞാൻ കൈ വലിച്ചടിക്കുന്ന കണ്ട് ഞാൻ കൈ അങ്ങ് വിടുവിച്ചു. ഇല്ല, ഞാൻ അടിക്കില്ല എന്ന്. പക്ഷെ എൻ്റെ കൈ ഉടനെ തന്നെ ഇങ്ങനെ മേലോട്ട് പൊക്കി പിടിച്ചു. സത്യം ഞാൻ അനുഭവിച്ചതാ. എൻ്റെ ഈ 2 കൈയിലും ഈശോ പിടിച്ചിരുന്നു. പിന്നെ ഞാൻ അന്നേരം ഏറ്റവും ബാക്കി പോയത് എൻ്റെ ഈശോ ആരാധിക്കണമെന്ന് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചതാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണത്. അപ്പോഴേക്കും ഞാൻ ഏറ്റവും പുറകിലല്ലേ, എനിക്ക് ആടി പാടണമെന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. എന്നെ അവിടെ നിന്ന് ഇങ്ങ് കൊണ്ടുവന്നപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ വരുന്നില്ല എന്ന് ഞാൻ ഇടക്ക് കൂടെയാണ് വരുന്നത്. ദിവികാരുണ്യ ഈശോയെ കണ്ടുകൊണ്ട് ഞാൻ വരുന്നു. എനിക്ക് ദർശനമല്ല ഞാൻ പറയുന്നത്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വന്നു, എന്നെ കൊണ്ടുവന്ന് നിർത്തിയതോ. ഇതിനിടക്കും ഞാൻ സങ്കടം പറയുന്നുണ്ട്, നിന്റെ തിരുമുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പാ എന്ന് പറഞ്ഞു. അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹം അനുഭവിച്ചിട്ടില്ല. കാരണം എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രമാത്രം ഒരു ആനന്ദം ഞാൻ അനുഭവിച്ചു. ഞാൻ ഈശോ പറഞ്ഞു എന്താന്നാ, എൻ്റെ ബാഹ്യമായി ഈ മുഖം നീ കണ്ടുകൊണ്ട് ആരാധിക്കാനാ ഞാൻ ആദ്യം വന്ന് ഈ മുഖമാണ് കണ്ടത്. അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ സ്വർഗം മൊത്തമുള്ള ആനന്ദത്തിൻ്റെ അനുഭവം ഞാൻ അറിയാൻ തുടങ്ങി കേട്ടോ. എനിക്ക് എത്രമാത്രം സന്തോഷമാണ് അന്ന് ആ സമയത്ത് അനുഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ കയ്യിൽ അപ്പം ഞാൻ അതിനു മുമ്പ് ബ്രദർ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ കണ്ണടയ്ക്കണേ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഷാഡോ പോലെ ഒരു കുഞ്ഞിനെ തോളത്തെടുത്ത് പിടിച്ച് ഈശോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനത് അത്ര കാര്യമാക്കില്ലോ. ഇത് തോന്നലല്ലേ, എന്നെ ഒന്നും കാണിക്കത്തൊന്നുമില്ല, ഞാൻ മഹാഭാവിയല്ലേ, എൻ്റെ അടുത്തൊന്നും വരത്തില്ലല്ലോ എന്ന്. പക്ഷെ എനിക്കിപ്പം ഇവിടെ നിന്ന് ഞാൻ ആരാധിച്ചപ്പോഴുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് കയ്യെ പിടിച്ചിങ്ങനെ കറക്കത്തില്ലേ, അപ്പം നമ്മൾ അപ്പൻ്റെ മുഖത്തൊക്കെ ഒരു ചിരിയില്ലേ, അതാ ഞാൻ ഇവിടെ അനുഭവിച്ചത്. എൻ്റെ കയ്യേൽ എൻ്റെ അപ്പം പിടിച്ചിട്ട് എന്നെ കറക്കി സന്തോഷിപ്പിക്കുകയായിരുന്നു. പിന്നെ അമ്മ എൻ്റെ കയ്യെ പിടിച്ചിട്ട്, എനിക്കറിയില്ല ഞാനിവിടെ നൃത്തം ചെയ്യുന്നത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ പരിശുദ്ധ പരമദിവികാരുണ്യത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു, അബാപിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചു. അതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവം നൽകിയ ഈ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്.